ദേശീയപാതകളിൽ കൂട്ടത്തോടെ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ മണ്ണിനെ പഴിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. റോഡ് നിർമ്മിച്ച കരാർ കമ്പനികളിൽ നിന്ന് വിശദീകരണം തേടും. കണ്ണൂർ, തൃശൂരിലെ ചാവക്കാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്നലെയും റോഡിൽ വിള്ളലുണ്ടായി. റോഡ് തകർന്നതിൽ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. അരുൺ അമൃതാഥ്, MS ലിഷോയ് എന്നിവർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, വിശദമായ റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോഴും മണ്ണിനെ പഴിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണ് സാധാരണ വെള്ളം നനഞ്ഞാൽ ഒലിച്ചിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സ്വാഭാവിക സാമാന്യ തത്വം പോലും മനസ്സിലാക്കാതെയാണ് ഒരു ദേശീയപാത നിർമ്മിക്കുക. ഇതിൽ എന്ത് ന്യായീകരണമാണ് ഇനി നൽകുക? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ കൂരിയാട് നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമോ എന്നൊരു ആശങ്കയാണ് അന്ന് തന്നെ നമ്മളെല്ലാവരും പങ്കുവെച്ചത്. അതിന് പിന്നാലെ തന്നെയാണ് ഈ ചാവക്കാടും ഒപ്പം തന്നെ കണ്ണൂരിലും ദേശീയപാതയിൽ ആകെ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള വിള്ളൽ കണ്ടെത്തുന്ന ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം. അപ്പോൾ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നെത്തുന്നു. മോത്തി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്വാഭാവികമായും മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് വികസിക്കും. അതുമൂലം ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു ഇടിച്ചിലേക്ക് പോകുന്നു എന്നൊരു വിശദീകരണമാണ് NHAIയുടെ സ്വതന്ത്ര സംഘം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും നാട്ടുകാർ തൃപ്തരാകുന്നില്ല. നാട്ടുകാർ വലിയ വീക്ഷണത്തോടെ തന്നെ ചോദിക്കുന്ന, മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു പരിശോധന, മണ്ണ് പരിശോധന നടത്തിയോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ചതുപ്പ് നിലനിർത്തുമ്പോൾ വേണ്ട പഠനം സ്വീകരിച്ചിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ തന്നെ അന്ന് മുന്നോട്ട് ചോദിച്ചു വെച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലും ഇന്നലെ നൽകിയ വിശദീകരണത്തിനും അപ്പുറത്തേക്ക് എന്ത് നടപടി സ്വീകരിക്കാനാകും ഈ നിർമ്മാണത്തിന്, അല്ലെങ്കിൽ ഇനി എന്താണ് ഇതിനൊരു പരിഹാരം എന്ന രീതിയിലേക്ക് അടിയന്തര ഇടപെടൽ വേണ്ടിയിരിക്കും. നീരൊഴുക്ക് കടന്നു പോകുന്ന തോട് പോലെയുള്ള ഭാഗങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ ദേശീയപാത. അവിടങ്ങളിലൊക്കെ ഈ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് കടന്നു പോകുമ്പോൾ ആ നീരൊഴുക്ക് ഈ റോഡിന്റെ ബലത്തിനെ കാര്യമായി ബാധിക്കും എന്ന അടിസ്ഥാന തത്വം പോലും പല സ്ഥലങ്ങളിലും പാലിച്ചിട്ടില്ല എന്നൊരു ആരോപണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലും നോക്കാതെ ഒരു ദേശീയപാത നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഉള്ളൊരു സംവിധാനം അല്ലല്ലോ. തീർച്ചയായും മോത്തി, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മുടെ സംശയങ്ങളിലേക്ക് വരുന്നത്. ഇത്തരത്തിലൊരു ചതുപ്പ് നിലം നികത്തിക്കൊണ്ടുള്ളൊരു നിർമ്മാണം, അവിടുത്തെ മണ്ണ് പരിശോധിച്ചിരുന്നോ എന്നുള്ളത് ഈ മണ്ണിൻ്റെ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴി ചാരിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. പക്ഷേ ഇത്തരത്തിലൊരു നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ ഉള്ള പരിശോധനകൾ നടത്തിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ തന്നെ എടുക്കുന്നത്. ഈ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് തന്നെ ഒരു ദുർബലമായ ന്യായീകരണം തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇതുപോലുള്ള നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ NHAIയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു വിശദീകരണം നേരത്തെ തന്നെ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഗണ്ണിക്കാൻ സാധിക്കാത്തതാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തമായ മറുപടി പൊതുജനങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ പോകുന്ന വിധത്തിലല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയുക. ഒരു തരത്തിലും എന്തു പറഞ്ഞും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ലിഷോയ് കൂടി ഒപ്പം ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, തൃശ്ശൂരിലെ ചാവക്കാട് മേഖലയിലും ഇതുപോലെ തന്നെ വിള്ളലുണ്ടായിട്ടുണ്ട്. വലിയ അപകടാവസ്ഥയിലാണ് സർവീസ് റോഡ് അടക്കം വിള്ളലുള്ളത്. ഇന്നലെയും ലിഷോയ് ആ സ്ഥലത്ത് നിന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു, നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അവിടെ ജനവാസ മേഖലയോട് ചേർന്ന് ഇത്തരത്തിലൊരു വലിയ ദുരന്തം കൺമുന്നിൽ കാണുകയാണ് മനുഷ്യർ. എന്താണ് അവരുടെയൊക്കെ പ്രതികരണം? അതായത് വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ. പ്രധാനമായും ഇന്നലെ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഒരു താൽക്കാലിക അറ്റകുറ്റപ്പണി അവിടെ നടത്തിയിട്ടുണ്ട്. പാറപ്പൊടിയും മറ്റും ഇടുകയും അതിനോടൊപ്പം തന്നെ ഈ വിള്ളൽ സംഭവിച്ച ഭാഗത്ത് ടാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൂടെ ടാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ എത്രത്തോളം ശാസ്ത്രീയമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയരുന്നത്. ഈ ദേശീയപാത ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഓരോ ഘട്ടത്തിലും ഓരോ റീച്ചിലും ഓരോ ഏജൻസികളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ സുരക്ഷാ പരിശോധനകൾ പരിശോധിക്കുന്നത് പക്ഷേ ദേശീയപാത അതോറിറ്റി അല്ല. ഇത് ദേശീയപാതയുടെ എല്ലാം തന്നെ സുരക്ഷ അത് എത്ര
എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു റോഡിൻ്റെ ഗുണനിലവാരം അതൊക്കെ പരിശോധിക്കുന്നത് ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. ആ ഏജൻസി എന്ന് പറയുന്നത് സർക്കാർ ഏജൻസി അല്ല, അത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. അങ്ങനെയുള്ള ഏജൻസികൾ പരിശോധിച്ച് ആണ് ഈ ദേശീയപാത നമ്മളെല്ലാവരും എല്ലാ ജനങ്ങളും പോകുന്ന ഈ ദേശീയപാത സുരക്ഷിതമാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള കള്ളക്കളികളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് പാലിയക്കരയിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അത് തന്നെയായിരിക്കാം ഇവിടെ സംഭവിച്ചതെന്നുള്ള ഒരു ആശങ്കയാണ് ജനങ്ങൾ പറയുന്നത്. മറ്റൊന്നുമല്ല, ഈ ദേശീയപാതയിലെ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ വളരെ വലിയ അഴിമതികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ റോഡുകൾ വിണ്ടുകീറുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത്. ശരി ലിഷോയ്.